ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇതെന്താണെന്നറിയോ? ഇത് ഞങ്ങളുടെ കുഞ്ഞിന് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് കാർഡ്സ് ആണ്. ഈ കാർഡ്സ് വെച്ചിട്ട് നമുക്കിന്ന് ഒരു ഷോപ്പിങ്ങിന് പോകാട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് സ്മിത്ത് എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ കാർഡാണുള്ളത്. അപ്പോൾ നമ്മൾ അവിടെയാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്മിത്ത് ടോയ്സ് സൂപ്പർ സ്റ്റോർ എന്നാണ് പറയണത്. ശരിയായില്ലല്ലോ, ഒന്നുകൂടെ പറഞ്ഞു നോക്കട്ടെ. സ്മിത്ത് ടോയ്സ് സൂപ്പർ സ്റ്റോർ. ശരിയായി, അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഈ ഒരു സ്വിങ് വാങ്ങിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടെ നമുക്ക് നോക്കണം. ഗാർഡനിൽ പുറത്തൊക്കെ സമ്മറൊക്കെ അല്ലേ, അപ്പം നമുക്ക് വെളിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റണം. അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അതിന് മുന്നേ ഈ ഒരു സെക്ഷൻ, ഇത് എന്താണെന്നെല്ലാം തെറ്റിപ്പോകണല്ലോ. ഈ ഒരു സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കണ്ടോ, ഇഷ്ടംപോലെ സൈക്കിൾ നിരത്തി വെച്ചേക്കണേ. എന്താ അല്ലേ, ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ്. ഇതൊരു ബാലൻസിങ് സ്കൂട്ടറാണ്, നല്ലതാട്ടോ. പിന്നെ ഇതൊക്കെ കുറേ ട്രാക്ടേഴ്സും അതുപോലെ കുറേ കാർസൊക്കെ ഒരു ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ സെയിം പീസസ് അവിടെ വേറെ സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിലും പറ്റിയ കാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ ഇടയിൽ ഒരാളിവിടെ പന്ത് കണ്ടിട്ട് സ്റ്റക്കായിട്ടുണ്ട് കേട്ടോ. എത്ര ബോളായി ഇപ്പം വീട്ടില്? അത് മതി, ചുമ്മാ ഒത്തിരി ബോളുണ്ട് വീട്ടിൽ. ഇപ്പം കണ്ടോ, ഇവിടെ കുറേ സൂപ്പർ ഹീറോസിൻ്റെ മാസ്ക് ഇരിക്കുന്നുണ്ടോ, ഫേസ് മാസ്ക് എന്നല്ലേ അതിന് പറയുന്നത്. സ്പൈഡർമാൻ ഇരിപ്പുണ്ട്, ഇപ്പോഴത്തെ സ്പൈഡർമാൻ, വെനം, പിന്നെ സ്പൈഡർമാൻ്റെ തന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഹൾക്കിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ ഇരിക്കുന്നത്. ഇത് കണ്ട കുറച്ച് സ്കെയറി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ അവിടെ ഒരു ഹോളൊക്കെയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറേ ടോയ്സാണ്, ഇഷ്ടം പോലെ ടോയ്സ്. ഇവിടെ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരിച്ചിറക്കിക്കൊണ്ട് പോകുന്ന കാര്യമാണ്. ഇതേ ഹൾക്കിൻ്റെ കൈ ഇരിക്കുന്നു. പിന്നെ ഇത് വേറൊരു സെക്ഷൻ. ഞാനിങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ തപ്പി നോക്കിയേ, ഈ കാറുണ്ടല്ലോ, എന്തോ ഇതിന് പറയുന്നത്, ഹോട്ട് വീൽസ്. ഈ ഹോട്ട് വീൽസ് ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ട്രെൻഡായിട്ട് കുറച്ച് നാളായല്ലോ. അപ്പം ഇത് സെലക്ട് ചെയ്യുന്നതിൽ എന്തൊക്കെയോ കുറേ ക്രൈറ്റീരിയാസൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ലോഗോ നോക്കി വാങ്ങിക്കണം, പിന്നെ അത് ഏത് മെറ്റലിലാണ്, ഇയറാണ് എന്നൊക്കെ. ഞാനിതൊന്നും കണ്ടില്ല കേട്ടോ, എനിക്കെല്ലാം ഒരേപോലെ തോന്നിയത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ സ്മിത്തിലേക്ക് പോയി, ഇഷ്ടംപോലെ കളക്ഷനുണ്ട്. നിങ്ങൾ അച്ചാച്ചൻ ചോദിച്ചു കേട്ടോ, ഡൈകാസ്റ്റ് കാറൊന്നും ഇല്ലേ ഇവിടെയെന്ന്. കൊച്ചിന് ടോയ്സ് വാങ്ങാൻ ഇറങ്ങിയിട്ട് അച്ചാച്ചൻ കാറ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഐ ഡോണ്ട് നോ ഗൈസ്, അവിടെ കാണുമായിരിക്കും ഡൈകാസ്റ്റ് കാർസ്. ഇവിടെ പല കാറ്റഗറിയിലായിട്ടാണ് കുട്ടികൾക്കുള്ള ടോയ്സ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഏത് സെക്ഷനിൽ നിന്ന് എന്ത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോവും അവസാനം. ഇത് നോക്കി എന്തോരം ഇരിക്കണേന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഒരു പിങ്ക് സ്കൂട്ടർ എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. ഞാൻ കാണിച്ചു തരാവേ. പിങ്ക് സ്കൂട്ടർ മാത്രമല്ല, പിങ്ക് കാർസും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഗേൾസിന് തന്നെ ഒരു സെക്ഷൻ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഞാനത് പൊക്കിയെടുത്ത് വെളിയിൽ വെച്ച് നമുക്ക് ഓടിച്ചു നോക്കാം. നമുക്കല്ല, കുഞ്ഞു കുട്ടികൾക്ക് അവരെ ഇരുത്തി ഇത് നമ്മൾക്ക് ഓടിച്ചു നോക്കാം, ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാം കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നു പെട്ടെന്ന് കുഞ്ഞായി പോയിരുന്നെങ്കിൽ ഈ ഒരു സ്കൂട്ടറിന് വേണ്ടി വഴക്കുണ്ടാക്കായിരുന്നു. റിയൽ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുള്ള വണ്ടിയായിരുന്നു. അപ്പം നമ്മളിന്ന് 2 സാധനങ്ങളാണ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഒരു ഔട്ട്ഡോർ ബേബി സ്വിങ്ങും, രണ്ടാമത്തേത് ഒരു കാറുമാണ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും നമ്മൾക്ക് കിട്ടി, നമ്മൾ ആഗ്രഹിച്ചതുപോലെ കിട്ടി. ഇത് കണ്ടോ, ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു ഔട്ട്ഡോർ പ്ലേ ഗ്രൗണ്ട് വരെ സെറ്റ് ചെയ്തേക്കുവാണ്. ഒരു മോഡലാണ്, ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്തെ സാധനങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു. ഇനി നമുക്ക് ഈ സ്വിങ് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെ ഒരു ബോക്സായിട്ടാണ് ഇത് വരുന്നത്. ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എല്ലാം കാണാൻ നല്ല രസമാണ്. പക്ഷെ നമ്മളിതെല്ലാം അൺബോക്സ് ചെയ്യണം, പതുക്കെ ഇരുന്ന് അൺബോക്സ് ചെയ്യണം. ഒരാളിവിടെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ ആയി നിൽക്കുന്നത്. പ്രത്യേകിച്ച് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും വെയിലൊക്കെ, രാവിലെ കണ്ട വെയിലെല്ലാം പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും തണുപ്പായി, കാറ്റായി. അപ്പം ആ ഉള്ള ടൈം കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുവാണേ. ഈ കാണുന്ന ഈ ബ്രിക്സ് ഇട്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നത്. എന്നാ കുഞ്ഞാത്, എന്താണ് ഇത് വന്നിട്ട് പോർട്ടബിൾ സ്വിങ് ആണ്. നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. ഇതിപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ വെക്കുന്നതെന്ന് പറഞ്ഞാലും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഇത് അകത്തും വെക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു എന്താ പറയുക, കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്വിങ് ആണിത്. അങ്ങനെ കാണിച്ചേ, അമ്മ കാണിച്ചേ, എങ്ങനെ ക്ഷമ നശിക്കുന്നേ.
ഈ ബേബിയെ പോലെ നമ്മൾ സ്വിങ് ചെയ്യാൻ പോവാ. ഈ ഒരു ഊഞ്ഞാല് താങ്ങുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 15 കിലോ ആണ് അവർ പറയുന്നത്. അതുപോലെ ഇത് നല്ല സ്റ്റേഡിയാണ് കേട്ടോ, നമുക്ക് അങ്ങനെ പൊട്ടിപ്പോത്തൊന്നുമില്ല. കുറച്ച് നേരം തണുപ്പ് തന്ന് കൈയൊക്കെ മരച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരാളുടെ ക്ഷമ നശിച്ചിരിക്കുക ആയതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ഇത് ഫിക്സ് ചെയ്തേ പറ്റത്തുള്ളൂ, ഫിക്സ് ചെയ്ത് തീർത്തേ പറ്റത്തുള്ളൂ. അതിനകത്ത് ഓരോ തവണയെങ്കിലും അവനെ ഇരുത്തണം. ഇതിന് മുന്നേ പ്ലേ ഗ്രൗണ്ടിൽ പോയപ്പം ഒരു തവണ അവൻ ഇരുന്നിട്ടുണ്ട്, ഊഞ്ഞാലിൽ ഇരുന്ന് ആടിയിട്ടൊക്കെ ഉണ്ട്. എന്താ പ്രശ്നം? എന്തോ നമ്മളുടെ ഊഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ടച്ചിൽ നിൽക്കുവാണ്. ഇവിടെ ഞാൻ ഇവനെ കൊണ്ട് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവന് ക്ഷമയില്ലാത്തതുകൊണ്ട്. ഓക്കെ, നമുക്ക് ഇരുന്ന് നോക്കിയാലോ. തണുപ്പ് കൂടുതലായതുകൊണ്ട് നാളെ ഊഞ്ഞാലാടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ സ്വിങ് ഇവിടെയൊക്കെ കൊണ്ടുപോയി മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല, ആൾക്ക് ഇരുന്നേ പറ്റുള്ളൂ. ഇരുന്നിട്ട് തന്നെ അനക്കൊന്നും ഇല്ലല്ലോ ഇവന്. കാറ്റും തണുപ്പും എല്ലാം കൂടെ ഉള്ളൊരു ഫീലിങ്സിലാണ് പുള്ളി ഇരിക്കുന്നത്. കുറച്ച് പേടിയുണ്ട്, എന്നാൽ ഊഞ്ഞാലാടും വേണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെന്ന് തോന്നണം. തണുപ്പ് മാറിയപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ വെളിയിൽ ഇറങ്ങിയിട്ടത് കുറച്ച് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹലോ, ചാരി അങ്ങ് ഇരിക്കുവാണോ നീ? എന്താ പൂസേ, അമ്മ നേരെ ഇരുത്തട്ടെ? ചാരി ഇരിക്കാനാണോ ഇഷ്ടം? അമ്മ നേരെ ഇട്ടാവേ. നേരെ ഇരുന്നേ, നേരെ ഇരുന്നേ. അമ്മ ആട്ടട്ടെ. ഹലോ, വെയിൽ കണ്ടിട്ട് വെളിയിൽ ഇറങ്ങിയതാണല്ലോ. വെയിലും പോയി. അങ്ങനെയാണോ ഇരിക്കേണ്ടിയേ? അങ്ങനെയാണോ? നല്ല കാറ്റുണ്ടോ? എൻ്റെ കത്താവേ, കാറ്റാണോ പോന്നപ്പേ? ഇതാണ് സ്വിങ്. ഇത് ഫുള്ളായിട്ട് വരുന്ന, അപ്പം ഇതിൻ്റെ എല്ലാ പോർഷനും നിങ്ങൾ കണ്ട പോലെ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. ഇത് നമ്മൾ ജോയിൻ ചെയ്യുവാണ് ചെയ്തത്. ഇനി ഇതിനെ എന്താ പറയുന്നത്, ഈ ഒരു ഊഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോക്ക് നമ്മൾ എടുത്ത് മാറ്റിയാൽ ഈ രണ്ട് സൈഡിലും ഈ ഒരു ലോക്കുണ്ട്, അവിടെ ഒരു ക്ലിപ്പുണ്ട്. നമുക്ക് ക്ലിപ്പ് ഊരി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് നമുക്ക് ഫോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ സ്വിങ് നമുക്ക് അകത്ത് കൊണ്ടുവയ്ക്കാം. വീടിൻ്റെ അകത്തൊക്കെ കൊണ്ടുവയ്ക്കണമെങ്കിൽ വയ്ക്കാം. അതല്ല എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി ഇത് ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പിക്നിക്കിനൊക്കെ പോവുകയാണെങ്കിലും കുഞ്ഞുങ്ങളെ എൻ്റർടൈൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഫോൾഡബിൾ ആൻഡ് എന്താ പറയുന്നത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഒരു ടൈം പാസ്സും ആവും. അല്ലേടപ്പം നാപ്പി? പക്ഷേ ഒരു കാര്യമുള്ളൂ, വെതർ നല്ലതായിരിക്കണം. അല്ലീര ഇഷ്ടപ്പെട്ടോ? അതുണ്ടോ നോക്കുന്നേ? ഇപ്പം നമുക്കിഷ്ടപ്പെട്ടല്ലേ? ഇതിൻ്റെ കൂട്ടത്തിൽ ബെൽറ്റും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ടൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാവേ. കാണിച്ചു പോന്നാ, ബെൽറ്റ് കാണിച്ചേ നോക്കട്ടെ. കാണിച്ചു, ഇത് കണ്ടോ? ഇത് ഒരു ബെൽറ്റും കൂടെ ഇതിനൊട്ടത്ത് വരുന്നുണ്ട്. അപ്പോൾ അവർ ഇച്ചിരി ലൂസായിട്ട് വെച്ചാൽ മതി, പോകത്തില്ല. നമുക്ക് അവരിതിൻ്റെ ഇടയിൽ അഥവാ ചാടാൻ നോക്കിയാലും അവർ താഴെ വീഴത്തില്ല. അങ്ങനെ ഇരുന്നോളും, സേഫായിട്ട് ഇരുന്നോളും. ഇല്ലേടാ കുഞ്ഞാപ്പി? പിന്നെ ഇത് എന്താ പറയുന്നത്, സ്ലൈഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ 4 സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ ലെഗിൻ്റെ ഷേപ്പിൽ, കാൽപാദത്തിൻ്റെ ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ 4 എണ്ണം. അത് എന്താ പറയുന്നത്, തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല സേഫ്റ്റി ഉള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ എന്താ പറയുന്നത് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സേഫായിട്ട് ഉള്ള സാധനമാണ്, മേടിക്കാവുന്നതാണ്. ഞാനിങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഓരോന്ന് വാങ്ങിക്കുമ്പോൾ ഞാനത് വീഡിയോ എടുക്കുന്നത്, ആരെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാമെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. വെയിൽ കാരണം നോക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഊഞ്ഞാൽ തിരിച്ചു വയ്ക്കാം. ഇത് കണ്ടോ ഗൈസ്, ഞാൻ ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റി വെയിലിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവച്ചു. അപ്പം നമുക്ക്
വെയിൽ മുഖത്തോട്ടടിക്കാതെ ഇവർക്ക് പിന്നെയും എൻജോയ് ചെയ്യാം അല്ലേ ബുസേ? പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റുമല്ലോ, ഇതിൻ്റെ സൈഡിലൊന്നും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജ് പോലും ഇല്ല, ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സ്ഥലം പോലും ഇല്ല, കുഞ്ഞുങ്ങളുടെ കൈ മുറിയത്തില്ല. ഇതൊക്കെ കാണും, നല്ല നല്ല ഫിനിഷിങ്ങിലാണ് ഇവർ ചെയ്തു വിട്ടിരിക്കുന്നത്. ഒരു ഷാർപ്പ് എഡ്ജോ ഒന്നുമില്ല. ഈ റോപ്പാണെങ്കിലും എല്ലാം നല്ലതായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് പേടിക്കാനൊന്നുമില്ല അവരുടെ. ഇപ്പം ഈ ചില ഇതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ചിലപ്പം നല്ല കൂർത്തായിരിക്കും ഇരിക്കുന്നത്. ഇതൊക്കെ നല്ല റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്, എങ്ങും ഒരു ഷാർപ്നെസ് ഇല്ല. അപ്പം നമുക്ക് പേടിക്കാതെ ഇവരെ ഇന്ന് തിരുത്താൻ പറ്റും. അച്ചോടാ ഉറക്കം വരുവാനോ? ഒരുക്കം വരുന്ന പൊന്നെ ആനോ? ആ എന്തോ നോക്കുന്ന നീ? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമേ. അതുവരേക്കും ബൈ ബൈ.